മഞ്ജു മതി, മഞ്ജു ആണ് ഹീറോയിൻ, എന്താണ് അങ്ങനെ ഒരു തീരുമാനം? മഞ്ജു അല്ലാതെ വേറെ ആരുണ്ട്? അതിലൊരു ഇപ്പം ഞാൻ പറയില്ലേ, ഒരു മെയിൽ ഡോമിനേറ്റഡ് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് മോഹൻലാൽ, മമ്മൂട്ടി, നിവിൻ പോളി, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ഫഹദ് എന്ന് ഒരു 1000 പേര് പറയാം. ഒരു ഫീമെയിൽ ലീഡ് എന്ന് പറയാൻ മലയാളത്തിൽ ആരാ ഉള്ളത്? തിരിച്ചാ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും. ഇത് ഞാനല്ല ജയന്തി എന്ന ഈ സിനിമ ചെയ്യുന്നെങ്കിൽ പോലും ജയന്തി ആരുടെ പേരാണ് പറയുക? നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ഐ വാസ് ലക്കി ദാറ്റ് മഞ്ജു എഗ്രി ചെയ്തു ഈ സിനിമ ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് തിരിച്ചു പറയാം. മഞ്ജുവിന് എത്രത്തോളം ദിവസം വേണ്ടി വന്നു, എത്ര സമയം വേണ്ടി വന്നു? കാര്യം ഈവൻ അതിലെന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധമായി ഇടയ്ക്ക് കയറി പറയാം, മഞ്ജുവിന് ഈ ക്യാരക്ടറാവാൻ വേണ്ടി വന്ന വെറും അരമണിക്കൂർ സമയം മാത്രമാണ്. കാരണം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നമ്മുടെ കോച്ച് ഹരിലാൽ സാറും എല്ലാമായിട്ട് നമ്മളൊരു ട്രെയിനിങ്ങിന് പോയിട്ട് അരമണിക്കൂറാണ് മഞ്ജുവിനെ ഈ ഗെയിം പഠിപ്പിക്കുന്നത്. പക്ഷേ കോച്ച് പോലും ഞെട്ടിപ്പോകുന്ന രീതിയിൽ മഞ്ജു അത് പെർഫോം ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും ആസ് എൻ ആർട്ടിസ്റ്റ് ഏതിലേക്കും പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ ആവാനുള്ള സമയവും മാത്രമല്ല ബേസിക്കലി ഒരു ഡാൻസർ അങ്ങനെയൊക്കെയുള്ളൊരിതുകൊണ്ട് ഏത് ഒരു കാറ്റഗറിയിലേക്കും പെട്ടെന്ന് ഇഴുകിച്ചേരാനായി മഞ്ജുവിന് കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്ലെയർ ആയോ എന്ന് ചോദിച്ചാൽ പ്ലെയറിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കോച്ചിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ മഞ്ജുവിന് അറിയാമായിരുന്നു ഗെയിം വളരെ വ്യക്തമായി. ഈ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് മഞ്ജുവിന് വ്യക്തമായി അറിയാം ഇനി അവിടെ നല്ല ഇത് സെർവ് വരണ്ടേന്നൊക്കെ നമ്മളടുത്ത് ചോദിച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് കമ്മിറ്റ്മെൻറ്റാണ്.